ഞാനും അതിൻ്റെ അകത്ത് ഒന്നും മിണ്ടിയില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്നോ അവർ പെട്ടെന്ന് ചൂടാവുന്നോ ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കാരണം അവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ എനിക്ക് അത് കാണിച്ചു തന്നാൽ ഞാൻ അവിടെ കൊണ്ടുവിടുകയുള്ളൂ. കാരണം നമുക്കത് ആൾക്കാർ ഞാനിത് അറിഞ്ഞുമില്ല. അത് കഴിഞ്ഞ് ഇവരെ കണ്ടു എവിടെ ഉള്ളതെന്നോ എങ്ങനെയുള്ളതെന്നോ നമ്മൾ ഇവരുമായിട്ടൊരു പരിചയവും ഇല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആകപ്പാടെ വലിയ ബുദ്ധിമുട്ട്. ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ടേച്ച് ഇവിടെ കള്ളുകുടിച്ച് വണ്ടി ഓടിക്കുവാണോന്നും ചോദിച്ചു ഇങ്ങനെ കളിയാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊരു ദീപകിന് ഓർമ്മയുണ്ടോ? കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഷിംജിത എന്ന ഒരു പെൺകുട്ടി കുറച്ച് ലൈക്കും റീച്ചും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ കുരുത്തി കൊടുത്ത സംഭവം. കോഴിക്കോട് സ്വദേശിയായ ദീപക്. ഷിംജിത ഇയാൾ തന്നോട് മോശമായി പെരുമാറി എന്ന് തോന്നിക്കുന്ന തരത്തിൽ ദീപകിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കിയതിന്റെ ഭാഗമായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായി. അവസാനം ജീവിക്കാൻ പോലും പറ്റില്ല, നാണക്കേടായി എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ്റെയും അമ്മയുടെയും ഏക പ്രതീക്ഷയായ മകൻ ആത്മഹത്യ ചെയ്ത സംഭവം. കോഴിക്കോട് സ്വദേശിയായ ദീപക് ആത്മഹത്യ ചെയ്ത അന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു ഇത്. കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓരോ മനുഷ്യനെ കുരുതി കൊടുക്കുന്ന അവസ്ഥ. ഇനിയും ഇതിന് അവസാനമായിട്ടില്ല എന്ന് തോന്നുകയാണ് ചില കാര്യങ്ങൾ കാണുമ്പോൾ. അതായത് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഓട്ടോ ഡ്രൈവറെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ സമാന രീതിയിലൊരു വീഡിയോ പുറത്തു വരുന്നു. ലൈംഗികതയല്ല, മറിച്ച് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അയാൾ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് എന്ന തരത്തിലാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ വീഡിയോ പ്രചരിപ്പിച്ചത്. ഒരു ഓട്ടോക്കാരനോട് തനിക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ആ സ്ഥലം അയാൾക്ക് അറിയാതിരിക്കാം. അത് അയാളുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണിക്കരുത്. ആ ഡ്രൈവർക്ക് ഈ പറയുന്ന യാത്രക്കാരിയായ ഇൻഫ്ലുവൻസർ പറഞ്ഞ സ്ഥലം അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഡ്രൈവറെ ലഹരി ഉപയോഗിച്ച് അല്ലെങ്കിൽ മദ്യം കഴിച്ചാണോ നിങ്ങൾ വാഹനം ഓടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫയർ ചെയ്യുന്നതും ചീത്ത പറയുന്നതും ഒക്കെയാണ് ഈ റീൽസിലൂടെ കാണുന്നത്. റീൽസ് അങ്ങ് കയറി കത്തി വലിയ രീതിയിൽ റീച്ചും കിട്ടി. പക്ഷേ ആ പെൺകുട്ടിയുടെ വീഡിയോ റീച്ചായതിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടി ഫേമസ് ആയെങ്കിലും മറുവശത്ത് ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർക്ക് നല്ല പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഓട്ടോ ഡ്രൈവർക്ക് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ. അവസാനം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്ന സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണങ്ങളിൽ വൈറലായിട്ടുള്ള ആ ഓട്ടോ ഡ്രൈവർ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തേണ്ടി വന്നിരിക്കുന്ന നിസ്സഹായ അവസ്ഥയിലാണ്. തൊടുപുഴയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഓട്ടോ ഓടിക്കുന്ന കാരിക്കുളം പ്ലാന്റേഷനിൽ താമസിക്കുന്ന TK രാജു ആണ് ഈ ഇൻഫ്ലുവൻസറിന്റെ ഇര. ഒടുവിൽ ഈ പറയുന്നത് പോലെ നാട്ടിൽ ഇറങ്ങി നടക്കാനോ തൻ്റെ തൊഴിൽ ചെയ്യാനോ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജു പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങൾ വഴി തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്ലോഗർ ഫസ്മിന സക്കീറിനെതിരെ ഇപ്പോൾ രാജു പരാതി നൽകിയിരിക്കുന്നത്. തൊടുപുഴയിലെ ഓട്ടോ ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്ന് പറഞ്ഞ് രാജുവിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു വ്ലോഗർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കിട്ടത്. വെള്ളമടിച്ചാണോ ഇയാൾ വണ്ടി ഓടിക്കുന്നത്, ശ്രദ്ധിക്കാതെ വണ്ടി ഓടിച്ചാൽ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യുമടോ, ഓട്ടോ ഡ്രൈവറോട് ഇത്തരത്തിൽ തട്ടിക്കയറുന്ന വീഡിയോ വ്യക്തമാണ്. രാജു മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന് കാണിച്ച വ്ലോഗർ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ താൻ മദ്യപിച്ച് വാഹനം ഓടിപ്പിച്ചു എന്നുള്ള ആരോപണം തെളിയിക്കുന്ന പക്ഷത്ത് ആ സമയത്ത് 1,00,000 രൂപയോ അല്ലെ തന്റെ ഓട്ടോയോ താൻ നൽകാമെന്നുള്ള മറുവാദമാണ് രാജുവിന്റെ ഭാഗത്തുനിന്ന്. സംഭവത്തെക്കുറിച്ച് രാജു പറയുന്നത്, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് യുവതി കൈ കാണിച്ച് ഓട്ടോയിൽ കയറിയതെന്നാണ്. 2 പേരാണ് ഓട്ടോയിൽ കയറുന്നത്. അവർ ഒരു ഹോട്ടലിന്റെ പേര് ആദ്യം പറഞ്ഞു, പക്ഷേ തനിക്ക് ആ ഹോട്ടലിന്റെ പേര് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ പോകണമെന്ന് പറഞ്ഞു, ആ സ്ഥലവും തനിക്ക് അറിയില്ല. രണ്ടും എനിക്കറിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് അവർ തന്നോട് ചൂടാകാൻ തുടങ്ങി, തട്ടിക്കയറാൻ തുടങ്ങി. 2 ദിവസം കഴിഞ്ഞ് സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി ഓടിക്കുന്ന ഒരു പയ്യനാണ് തന്നോട് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടെന്നും അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിച്ചതെന്നും ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് ആളുകൾ തന്നെ കളിയാക്കാനൊക്കെ തുടങ്ങിയെന്നും അവസാനം തന്റെ ഉപജീവന മാർഗമായിട്ടുള്ള ഓട്ടോ ഓടിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടായി എന്നും ഒക്കെയാണ് ഇപ്പോൾ രാജു ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യന്മാരുടെ മനസമാധാനം വിറ്റു കാശാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇത്തരം ഒരവസ്ഥയിൽ ഇപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട് ഓട്ടോ ഡ്രൈവറായ രാജു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ തൊടുപുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ 2 പേര് വണ്ടിയെ കയറി.
ട്രാൻസ്ഫർ ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ഓട്ടം കൊണ്ട് വിട്ടേച്ച് തിരിച്ചു വന്ന വഴിയാണ്. ഞാൻ ഈ പ്ലാന്റേഷനിൽ കിടന്നാണ് ഓടുന്നത്, കരിങ്കുന്നം പ്ലാന്റേഷൻ. അപ്പൊ തിരിച്ചു വന്ന വഴി ഞാൻ ആ KC ബോർഡിന്റെ അവിടെ വെച്ച് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുകളിൽ ആ പള്ളിയുടെ അവിടെ വെച്ചാണ് ഇവര് കൈ നീട്ടുന്നത്. 2 പേരുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. അപ്പൊ 10-25 വയസ്സ് കാണും ആ പിള്ളേർക്ക്, അത്രേ ഉള്ളൂ. അപ്പൊ അവര് കൈ നീട്ടി, ഞാൻ വണ്ടി നിർത്തി. അവരെ വണ്ടിയെ കയറ്റി കഴിഞ്ഞപ്പോ അവര് ഈ സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് 10-65 വയസ്സായി. ഈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണെന്നാ ഞാൻ ഓർത്തത്. അപ്പൊ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ വേറെ ഈ തുണിയൊക്കെ എടുക്കുന്ന സ്ഥലമാ. അത് എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഈ ഓരോ ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോ ഇങ്ങനെ സ്ഥാപനങ്ങൾ മാറി മാറി വന്നോണ്ടിരിക്കണം, പേരും മാറി വരും. അതൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞു, അതും എനിക്ക് അറിയത്തില്ല. അപ്പൊ തന്നെ ഇവര് പെട്ടെന്ന് ചൂടാവുക ചെയ്ത്, ചേട്ടനെ കള്ളു കുടിച്ചാണോ വണ്ടി ഓടിക്കണത്, ഇയാള് കള്ളു കുടിച്ചാണോ വണ്ടി ഓടിക്കണത്. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കള്ളുകുടീനും കൂടെ ആക്കുവാണോ എന്ന് ഞാനിങ്ങനെ അവരോട് ചോദിച്ചു. അപ്പൊ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വേറൊരു ചെറുക്കനെ വണ്ടി ഞാൻ അവിടെ തന്നെ നിർത്തി. വണ്ടി തൊട്ട് ഒരു പറലാങ്ങം 2 വണ്ടിപ്പാട് പോയപ്പോഴത്തേനും വണ്ടി അവിടെ നിർത്തി. ഞാൻ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവരോട് ഞാൻ ചോദിച്ചു, എന്നത്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ ചൂടാണ്, നിങ്ങൾ ഈ സ്ഥലം കാണിച്ചു തരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുവിടാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. അവരപ്പൊ തന്നെ അവിടെ ഇറങ്ങി, വണ്ടിക്കൂലിയോ അതൊന്നും തന്നുമില്ല. അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ അവര് പറഞ്ഞു, ഞങ്ങള് പോലീസ് സ്റ്റേഷനോട് വിളിച്ചു പറയുമെന്ന് പറഞ്ഞു. വിളിച്ചു പറഞ്ഞോ? ഞാൻ പോണില്ല, ഇവിടെ നിൽക്കുക. വിളിച്ചു പറഞ്ഞോ? എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, കള്ളു കുടിക്കാറുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ തന്നെ എത്ര മണിക്കായിരുന്നു ഏകദേശം ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നത്? ഒരു 7 മണി, വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞു. 7-7:30 ആകാറായി. അപ്പോഴാ സംഭവം നടക്കണത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുകളിൽ വെച്ചായി സംഭവം നടക്കണത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവര് എന്നോട് ഇങ്ങനെ ചെറിയൊക്കെ പറഞ്ഞു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു. ഞാനും അതിന്റെ അകത്ത് ഒന്നും മിണ്ടിയില്ല. കാരണം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു, അവര് പെട്ടെന്ന് ചൂടാവുന്നു, ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. കാരണം അവർക്ക് അറിയാൻ പാടില്ലെങ്കിൽ അവര് എനിക്ക് അത് കാണിച്ചു തന്നാൽ ഞാൻ അവിടെ കൊണ്ടുവിടുകയുള്ളൂ. കാരണം വെച്ചാൽ നമുക്കത് അറിയാവുള്ളൂ. കാരണം അങ്ങനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അവരോട് കൊണ്ടുവിടാം, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ആ പെണ്ണ് ചൂടാവുകയത്, ആ പെൺകൊച്ചു ചൂടാവുകയത് എന്നാന്ന്. ഇത് ഇപ്പോ ഇങ്ങനെയുള്ള സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു ശേഷമാണോ ചേട്ടൻ അറിയുന്നത്? ചേട്ടൻ അത് ബുദ്ധിമുട്ടായോ? അറിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഞാൻ അറിയണത്. അപ്പൊ എന്റെ ചാനലിലുള്ള ഒരു ചെറുക്കൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എന്നാലൊരു കേസിട്ടുണ്ടല്ലോ. എന്നാ ചേട്ടാ, ആരെന്നാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എന്നോട് അവിടുന്ന് ഒരു പയ്യൻ വിളിച്ചു ചോദിക്കുകയത്. അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയണത്. അപ്പൊ വൈറലായ കാര്യങ്ങൾ, എന്റെ ഫോട്ടോ എന്തൊന്നും ഇതിന്റെ അകത്ത് വന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങാണ്ട് ഇട്ടേക്കുമായിരുന്നു അവരെ. ഞാൻ മൊത്തം അറിഞ്ഞ ആൾക്കാര്, ഞാനിത് അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇവര് കണ്ടു എവിടെ ഉള്ളതെന്നോ എങ്ങനെയുള്ളതെന്നോ നമ്മൾ ഇവരുമായിട്ടൊരു പരിചയവും ഇല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആകപ്പാടെ വലിയ ബുദ്ധിമുട്ട്. ആൾക്കാർ ഇങ്ങനെ ഇത് കണ്ടേച്ച് ഇവിടെ കള്ളുകുടിച്ച് വണ്ടി ഓടിക്കുവാണോന്നും ചോദിച്ചു ഇങ്ങനെ കളിയാക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത്രയോ സംഭവിച്ചോളൂ. നമുക്ക് ആ കൊച്ചിനോട് ഒരു യാതൊരു പരിചയം പോലും ഇല്ല അതിന്. ഞാനിതിന് ആരെങ്കിലും വഴിക്ക് നമ്മൾ വണ്ടി ഓട്ടോറിക്ഷ കൊണ്ട് പോകുമ്പോഴത്തേനും ഇങ്ങനെ കൈ നീട്ടുമ്പോ ആരെങ്കിലും നമ്മുടെ വണ്ടിയിൽ ആളില്ലെങ്കിൽ നമ്മൾ കയറ്റി എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുവിടാറുണ്ട്. അതിപ്പോ ഓരോരുത്തർ കൈ കാണിക്കുമ്പോഴും മഴയും കൂടെ ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ പേരില് ഇങ്ങനെയൊക്കെ വല്ലയിടത്തും പോകാനായിരിക്കുന്ന ഞാൻ ഓർത്ത്, ഇങ്ങനെ വരുമെന്ന് ഞാൻ ഓർത്തില്ല. അതുകൊണ്ട് എന്റെ അതായത് പുള്ളിക്കാരത്തി ഇപ്പോ ഈ പറയുന്ന പോലെ 2 സ്ഥലങ്ങൾ ചോദിച്ചു, അത് ചേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ വേറെ പ്രകോപനമൊന്നും ഇല്ലാതെ ചേട്ടന്റെ അടുത്ത് വഴക്കിടുകയായിരുന്നു. അതെ അതെ അതെ, അങ്ങനെയാണ് അവര് തുടങ്ങിയത്. എന്നുവെച്ചാൽ അത്രയും ഇവര് പെട്ടെന്ന് അങ്ങനെ വഴക്കിടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യം അറിയാൻ പാടില്ലെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അറിയാൻ പാടില്ല എന്ന് തന്നെ പറഞ്ഞോളൂ. അല്ലാണ്ട് വേറെ അവരോട് നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കോന്നോ അല്ലാണ്ട് ചീത്തയോ ചെറിയോ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. എനിക്ക് അറിയത്തില്ല. അപ്പൊ കാണിച്ചു തരുവാണെങ്കിൽ കൊണ്ടുവിടാം, അത്രയോ ഞാൻ പറഞ്ഞു. അല്ലാണ്ട് വേറെ ഒരു ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടോ? പരാതി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, വിളിച്ചില്ല. അപ്പൊ വിളിച്ച് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ വിളിച്ചു. കഴിഞ്ഞ 7-ാം തീയതി സംഭവം നടക്കുന്നത്, ഞായറാഴ്ച വൈകിട്ട്. വിളിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു, പിന്നെ 2 പേരോടും ചോദിച്ചു. അവര് ആ പെണ്ണ് പറഞ്ഞത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തന്നെയാ. ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല. അപ്പൊ നമ്മുടെ മുഖം കണ്ടിട്ട് അവർക്ക് തോന്നണ മദ്യപിച്ചു എന്നാ പറഞ്ഞ. പറയണം ഒരു മനുഷ്യരുടെ മുഖവും
വസ്ത്രവും കണ്ടാണോ ഓരോരുത്തർ വിലയിരുത്തുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഈ വണ്ടി ഓടിക്കാൻ 2 വർഷങ്ങളായി. അതേസമയം നമുക്കറിയാം ഈ ഒരു വിഷയം എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്ന് നമുക്കറിയാം. ദീപക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായ അവസ്ഥ ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മൾ അത്രമാത്രം സംസാരിച്ചതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരവസ്ഥയിലേക്ക് ഈ ഡ്രൈവറെയും കൊണ്ടെത്തിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ മെൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഈ വിഷയം ഇപ്പോൾ മാറിയിരിക്കുകയാണ്.